ജാതകം. ജാതകം വിധിമാറ്റിയ ഒരു പെണ്ണിന്റെ കഥ. ഈ ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയേയില്ല. താലിഭാഗ്യം അത് ഈ പെൺകുട്ടിക്കില്ല. കല്യാണം കഴിഞ്ഞ് 2 നാളാവും മുന്നേ താലി കെട്ടിയ പുരുഷന്റെ മരണം. അത് നടക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞത് ഒന്നും ഇതുവരെ നടക്കാതെ ഇരുന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. കവടി നിരത്തിക്കൊണ്ട് നിലാപുരം നാട്ടിലെ പ്രമുഖ ജ്യോത്സ്യൻ കൃഷ്ണമേനോൻ കൂടി നിന്നവരോടായി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അവിടെ നിന്നവരിൽ ഒരു കൂരമ്പ് പോലെ തുളച്ചു കയറി. എല്ലാവരും ഒരു വേള മൗനമായി നിന്നു. എങ്ങും കനത്ത നിശബ്ദത. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു പെണ്ണിന്റെ തേങ്ങൽ ഓരോരുത്തരുടെയും കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവർ ഒക്കെയും ഒരു വിങ്ങലോടെ അവളെ നോക്കി. ആശ്വാസവാക്കുകൾ അവൾക്ക് നേരെ ചൊരിയും മുന്നേ അവൾ കോണിപ്പടികൾ ഓടിക്കയറി. "ശ്രീകുട്ടി!" പ്രായം ചെന്ന ഒരാൾ അവളെ ആർദ്രമായി വിളിച്ചു. പക്ഷേ അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ അവിടെ നിന്നും ഓടിമറഞ്ഞു. അത് കാണെ ആ പിതൃഹൃദയം വല്ലാതെ നൊന്തു. അന്നാദ്യമായി അയാൾ ദൈവത്തെ വെറുത്തുപോയി. "ഏട്ടാ, ഒന്നും തോന്നരുത്. ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാൻ എൻ്റെ മകനെ വിട്ടു നൽകില്ല. ആകെ എനിക്ക് ഇവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയുകയാ, ഞങ്ങൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല." കൂടി നിന്നവരിൽ ഒരു സ്ത്രീ ആ പിതാവിനോടായി പറഞ്ഞു. "അമ്മേ, എന്തായി പറയുന്നേ? ഈ കല്യാണം വേണ്ട എന്നോ?" "ഇല്ല, അതൊരിക്കലും നടക്കില്ല. ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. അത് പടിപ്പുര വീട്ടിൽ പത്മനാഭന്റെ മകൾ ശ്രീലക്ഷ്മി, അതായത് എൻ്റെ മുറപ്പെണ്ണായ ശ്രീകുട്ടിയെ മാത്രമാണ്. അവളല്ലാതെ മറ്റൊരു പെണ്ണെൻ്റെ ജീവിതത്തിൽ." ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ട് അവരുടെ മകനായ വിവേക് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. "ഠോ!" അവന്റെ നാവിനെ തളർത്തും വിധം ആ അമ്മ അവന്റെ കരണത്ത് ആഞ്ഞടിച്ചു. അവരുടെ മുഖത്ത് കോപം നിറഞ്ഞു നിന്നു. കൂടി നിന്നവർക്ക് ഒന്നും ഉരിയാടാനായില്ല. "എന്റെ ശബ്ദത്തിന് മീതെ നിന്റെ ശബ്ദം ഉയരണ്ട." അവന് നേരെ കത്തുന്നൊരു നോട്ടം നോക്കി അവന്റെ കൈയും പിടിച്ച് ആ സ്ത്രീ പടിപ്പുര വീടിന്റെ പടിയിറങ്ങി. അവന്റെ കണ്ണുകൾ മുകളിലത്തെ നിലയിലെ ജനാലയിലൂടെ അവരെ നോക്കുന്ന ആ കണ്ണുകളിൽ തറഞ്ഞു നിന്നു. അവന്റെ കണ്ണുകൾ അവളെ കാണെ ചാലിട്ടൊഴുകി. പടിപ്പുര വീട്ടിൽ ശ്രീലക്ഷ്മിയുടെ ജാതകദോഷം നിമിഷങ്ങൾ കൊണ്ട് നിലാപുരം നാട്ടിലെ ചെറു പുൽത്തകിടുകൾ പോലും അറിഞ്ഞു. നാട്ടുകാർക്കൊക്കെയും ഒരു ഭാഗ്യം കെട്ട ജന്മമെന്ന് രണ്ടാമതും അവളിൽ മുദ്രകുത്തി. ജനിച്ച് 2 വയസ്സാവും മുമ്പേ അമ്മ അവളെ വിട്ടുപോയപ്പോൾ ആയിരുന്നല്ലോ ഭാഗ്യമില്ലാത്തവൾ എന്നവൾക്ക് മേൽ എല്ലാവരും ആദ്യമായി മുദ്രകുത്തിയത്. അവളാകട്ടെ തനിക്ക് വന്ന വിധിയോർത്ത് ആ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും തേങ്ങിക്കൊണ്ടേയിരുന്നു. "ശ്രീകുട്ടി, കതക് തുറന്നേ മോളെ." കതകിന് മുട്ടിക്കൊണ്ട് പത്മനാഭൻ അവളെ വിളിച്ചു. അച്ഛനെ കാണാനോ സംസാരിക്കാനോ ഉള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അപ്പോൾ ശ്രീലക്ഷ്മി. അതുകൊണ്ടു തന്നെ അവൾ കതക് തുറന്നതുമില്ല. കതക് തുറക്കാത്തതും അവളുടെ ശബ്ദമൊന്നും മുറിയിൽ നിന്നും കേൾക്കാത്തതും അയാളിൽ, ആ അച്ഛനിൽ ഒരു ഭീതി പരത്തി. അയാൾ വീണ്ടും വീണ്ടും കതകിന് മുട്ടിക്കൊണ്ടേയിരുന്നു. "അച്ഛാ, അച്ഛൻ പേടിക്കുകയൊന്നും വേണ്ട. അച്ഛന്റെ ശ്രീകുട്ടി ഒരു കടുംകൈയും ചെയ്യില്ല. അത് അച്ഛന്റെ മോള് ഉറപ്പു തരികയാ. അച്ഛനോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പം. നെയ്തുവെച്ച സ്വപ്നങ്ങളൊക്കെയും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞതൊക്കെയും ഒരു ദുഃസ്വപ്നമായി മാറ്റണം എനിക്ക്. ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം മറക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. അതുകൊണ്ട് അച്ഛനിപ്പം എത്ര വിളിച്ചാലും ഞാൻ വാതിൽ തുറക്കില്ല." അച്ഛനിലെ പരിഭ്രാന്തി അറിഞ്ഞ് ശ്രീ വാതിൽ തുറക്കാതെ ഇരുന്ന ഇടത്തിൽ നിന്ന് എഴുന്നേൽക്കാതെ പറഞ്ഞു. അത് കേൾക്കെ ആ അച്ഛനിൽ ഒരു നൊമ്പരം ഉയർന്നു.